അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നരകത്തിൽ ഒരു വൃക്ഷമുണ്ട്. വഹിയ ഷജറത്തു ഷൈത്താൻ. അത് ഷൈത്താന്റെ വൃക്ഷമാണ്. തസവൂഫിന്റെ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു നരകത്തിലെ ഒരു വൃക്ഷത്തെക്കുറിച്ച്. ആ വൃക്ഷത്തെ നട്ടുവളർത്തിയതാണെങ്കിലോ ഷൈത്താനാണ്. അതുകൊണ്ടാണ് വഹിയ ഷജറത്തു ഷൈത്താൻ, ഷൈത്താന്റെ വൃക്ഷമെന്ന് പറയപ്പെടുന്നതും. തസവൂഫിന്റെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ ആ വൃക്ഷം ഏതാണ്? മഹത്തുക്കൾ പറയുന്നു, ഇന്നൽ ബുഹ്ല ഷജറത്തും മിനന്നാർ. പിശുക്ക് എന്നത്, ബുഹ്ല് എന്നത് നരകത്തിൽ നിന്നുള്ള ഒരു വൃക്ഷമാണ്. വഹിയ ഷജറത്തു ഷൈത്താൻ, അത് പിശാജിന്റെ ഷൈത്താന്റെ വൃക്ഷമാണ്. മൻ തഅല്ലഖ ബിഗുസ്നിൻ മിൻഹ, ആരെങ്കിലും ആ വൃക്ഷത്തിന്റെ ഒരു ശിഖരത്തിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഖാദത്തുഹു ഇലന്നാർ, ആ വൃക്ഷം അവനെ നയിക്കുന്നത് നരകത്തിലേക്കായിരിക്കുമെന്ന് തസവുഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പിശുക്ക് എന്നത് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നരകത്തിലേക്ക് പോകാനുള്ള കാരണമായി കൊണ്ട് തസവുഫിന്റെ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഇന്നലെ നാം മിതത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്. മിതത്വം എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിക്കുക എന്നതല്ല. പിശുക്കിന്റെയും ദുർവ്യയത്തിന്റെയും ഇടയിലുള്ള രീതിയാണ് മിതത്വം എന്നുള്ളത്. അപ്പോ മിതത്വം പാലിക്കുക എന്നതാണ് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായ കാര്യം. പിശുക്ക് എന്നത് വളരെ ഗുരുതരമായ അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. റബ്ബേ, നിന്നോട് ഞാൻ കാവല് തേടാണ്. മിനൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്നും, വൽ ബുഖലി, പിശുക്കിൽ നിന്നും. പിശുക്ക് കാണിക്കുക എന്നത് അത് അത്രമേൽ പ്രയാസമുള്ള അപകടമുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ, ആത്മീയമായ തകർച്ച ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ, നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, നിന്നോട് ഞാൻ അതിൽ നിന്നും കാവല് തേടുകയാണ്, നീ എന്നെ കാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.